നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ എന്തു പരാതിയും കേൾക്കാൻ സർക്കാർ ഒരുക്കമാണ്. വീട് എല്ലാവർക്കും ലഭ്യമാക്കും. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി. ജനകീയ ആവശ്യങ്ങൾ നിരാകരിച്ചാൽ ഇടത് സർക്കാരിന്റെയും CPM-ന്റെയും അടിവേരിളകുമെന്ന് KPCC സെക്രട്ടറി KA തുളസി. ഇടതുമുന്നണി സാധാരണക്കാരിൽ നിന്നകന്നു. തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട്ട് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ഭിക്ഷാടന കഞ്ഞിവെക്കൽ സമരം. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് PP സുമോദ് MLA. പട്ടാമ്പിയിൽ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനദ്രോഹ ഭരണം ആരോപിച്ച് ഷൊർണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ BJP ധർണ. നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് മുഖ്യ ആവശ്യം. ജനവിരുദ്ധ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഷൊർണൂരിൽ CPM ഭരണസമിതിക്കെതിരെ സമര പരമ്പര സൃഷ്ടിക്കുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2.5 മാസക്കാലത്തെ കോടതി വഴികൾ ഒഴിച്ചാൽ വേറെ ഒരു തരത്തിലുമുള്ള വൈകൽ സംഭവിച്ചിട്ടില്ല. ദുരന്തബാധിതർക്ക് എന്തു പരാതിയുണ്ടെങ്കിലും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അഭിപ്രായം പറയാനുള്ള സൗകര്യമൊരുക്കും. സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യപരമാണ്. സമരം ചെയ്യുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരില്ല. വിഷയത്തിൽ കൃത്യമായ നിലപാട് സർക്കാരിനുണ്ട്. നെടുമ്പാല എസ്റ്റേറ്റിൽ പോകുന്നുണ്ടെങ്കിൽ 10 സെന്റ് ഭൂമി, എലസ്ട്രോൺ എസ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ 5 സെന്റ് ഭൂമി എന്നത് കട്ടായമായി നിശ്ചയിച്ചതല്ല. ഭൂമിയുടെ ലഭ്യത അനുസരിച്ചാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പരമാവധി ഭൂമി കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകരുത്. 2025-2026 വർഷത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് സർക്കാരിന്റെ തീരുമാനം. സമരം നടത്താനുള്ള എല്ലാവരുടെയും അവകാശത്തെ ഗവൺമെന്റ് ജനാധിപത്യപരമായി ചോദ്യം ചെയ്യുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാട്. പിന്നെ അവിടെ നെടുമ്പാല എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10 സെന്റ് ഭൂമി, എലസ്ട്രോൺ എസ്റ്റേറ്റിലാണെങ്കിൽ 5 സെന്റ് ഭൂമി എന്നുള്ളതൊരു കട്ടായമായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചതല്ല. ഭൂമിയുടെ ലഭ്യത അനുസരിച്ചാണ് ആ കാര്യങ്ങൾ എടുക്കുക. ഭൂമിയുടെ കറവ്, ഭൂമിയിൽ എത്ര ദൂരം ഓരോ എസ്റ്റേറ്റിലും എടുക്കാൻ വേണ്ടി കഴിയും, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പരമാവധി ഭൂമി അക്കാര്യത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഏതെങ്കിലും വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്കല്ല പോകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാർ 2025 തന്നെ ദുരന്തബാധിതർക്ക് 2025-26 എന്ന സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വീട് കൈമാറും എന്ന് ഗവർണർ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആ നടപടിക്രമങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോകും. കേന്ദ്രം കേരളത്തെ ഒരു വിധത്തിലും ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിലുള്ളത്. കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ആരോടും തർക്കവും ആരോടും തകരാറുമില്ല. വീട് ലഭ്യമാകേണ്ട എല്ലാവർക്കും വീട് തന്നെ ലഭ്യമാകും. ആരോടും തർക്കമോ തകരാറോ ഇല്ല. വീട് എല്ലാവർക്കും ലഭ്യമാകും. വീടിന്റെ എണ്ണം സർക്കാർ ഒരു സ്ഥലത്തും അന്തിമപ്പെടുത്തിയിട്ടില്ല. 242 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചതിൽ ഒരു പരാതിയും വന്നിട്ടില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഏത് കാറ്റഗറിയിൽ ആരാണ് പെടാത്തത് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് ഉൾപ്പെടുത്തും. ദുരന്തബാധിതർക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ വരണം. ആ പരാതികൾ എത്ര നേരം വേണമെങ്കിലും കേൾക്കാൻ തയ്യാറാണെന്നും കേരളം എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനകീയ ആവശ്യങ്ങൾ നിരാകരിച്ചാൽ സർക്കാരിന്റെയും CPM-ന്റെയും അടിവേരിളകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. തിരുവനന്തപുരത്തെ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ
ആശാ വർക്കേഴ്സ് കോൺഗ്രസ് നടത്തിയ ഭിക്ഷാടന കഞ്ഞിവെക്കൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എ തുളസി. ആ സമരത്തിനെയൊക്കെ അവഗണിച്ച് അതിന്റെ മുന്നിലൂടെ തേരാപാര കാറിൽ പായുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, വകുപ്പ് മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർ, ഇവർക്കൊക്കെ തന്നെ കാലത്തിനോട് കണക്ക് പറയേണ്ട ഒരു ദിവസം ഇതിൽ വരും എന്നുള്ളതാണ് എനിക്കിവിടെ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഒരു കാലഘട്ടത്തിലും ഏതൊരു ഭരണാധികാരിയാണെങ്കിലും അവർ എത്ര ശക്തരാണെങ്കിലും അവർക്ക് പിന്നിൽ എത്ര രാഷ്ട്രീയ ശക്തികളുണ്ടെങ്കിലും അവർക്ക് എത്ര അണികളുണ്ടെങ്കിലും അവരെ ന്യായീകരിക്കാൻ വലിയ വലിയ വമ്പന്മാർ എത്രയധികം അണിനിരന്നാലും ഇതുപോലെ ജനവികാരം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അവരെ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ പോകുന്ന ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പാർട്ടി നിയമനങ്ങൾക്കും അവർക്ക് ലക്ഷങ്ങൾ വേതനം നൽകാനുമാണ് കേരള സർക്കാർ ഖജനാവ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് കെ എ തുളസി ആരോപിച്ചു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാനും കാണാനും കണ്ണും കാതുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം ലാഭത്തിനായി കുത്തകകളുമായുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രിയും പരിവാരവും നടത്തുന്നത്. വെള്ളമില്ലാത്ത നാട്ടിൽ ബ്രൂവറിക്കായി വാദിക്കുന്ന മന്ത്രിമാരാണ് പാലക്കാട്ടുള്ളത്. ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടിക്കൊടുക്കില്ലെന്ന് ശഠിക്കുന്ന മന്ത്രിസഭയാണ് PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും കെ എ തുളസി ചൂണ്ടിക്കാട്ടി. കേന്ദ്രം ഒന്നും തരുന്നില്ലെങ്കിൽ KV തോമസിന് പദവിയും പണവും എന്തിനാണെന്നും കെ എ തുളസി ചോദിച്ചു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മേരി ജോസ്, ലക്ഷ്മിക്കുട്ടി കോട്ടായി, സുനിത തരൂർ, കെ ആദിക്കുട്ടി, കണ്ണപ്പൻ, സുമയ്യ, രാധ ഓങ്ങലൂർ, റാണി മേലോർക്കോട്, ഉഷാകുമാരി, സുമ കൊല്ലങ്കോട്, സുജിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് PP സുമോദ് MLA. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വിദ്യാഭ്യാസ വികസനത്തോടൊപ്പം തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹനീയമായ പാരമ്പര്യത്തെ തകർക്കാൻ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്. 10 വർഷമൊന്നും വേണ്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സർവകലാശാല ഈസിയാകാൻ, ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ ഈസിയാകാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഏറ്റവും പ്രയാസകരമായ സാഹചര്യം എന്ന രൂപത്തിൽ കാണാനും. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വാസു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിനു ഭാസ്കർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി NS ബ്രിജേഷ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ AR രശ്മി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. R രാജേഷ്, ഡോക്ടർ G റിജുലാൽ, ഡോക്ടർ CR രജിത, NS ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പ്രമേയാവതരണം, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം യാത്രയയപ്പ് സമ്മേളനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനദ്രോഹ ഭരണം ആരോപിച്ച് ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ BJP പ്രതിഷേധം. നഗരസഭയുടെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ ധർണ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഷൊർണൂർ നഗരസഭയിലെ CPM ഭരണത്തിനെതിരെ BJP സമര പരമ്പര സൃഷ്ടിക്കുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത P വേണുഗോപാൽ വ്യക്തമാക്കി. സുഹൃത്തുക്കളെ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി കീഴിലുള്ള ആശുപത്രികളില് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കൗൺസിലർമാരും BJP നേതാക്കന്മാരും സമരം ചെയ്തു. അവിടെ നിങ്ങൾ ഒന്നും പരിശോധനയ്ക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ പരിശോധന നടത്തിയാൽ അവർ പുറമെ പരിശോധന നടത്തിപ്പിക്കും. അവർക്ക് ഇതിനുള്ളിൽ നടത്തുന്ന പരിശോധന വിശ്വാസമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, കുഴപ്പമില്ലല്ലോ, പുറമേയും പരിശോധന നടത്തട്ടെ. ഇവിടെ അതല്ല, ഇവിടെയും പൈസ കൊടുക്കണം, പുറമേയും പൈസ കൊടുക്കണം. ജനങ്ങളെ പിഴിയ, ഓരോരോ ഭാഗത്തും ജനങ്ങളെ പിഴിയാണ്. ചോദിക്കാനും പറയാനും ആളില്ല എന്ന ഒരു ധാരണ. അതാത് സമയത്ത് BJPയുടെ കൗൺസിലർമാരും മുനിസിപ്പാലിറ്റിയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർക്ക് ഉത്തരം കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താ അവർക്ക് കഴിയാത്തത്? അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണ്. 650 സ്ക്വയർ ഫീറ്റ് വീടുകൾക്ക് നികുതി ഒഴിവാക്കുക, തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക,
തൊഴിലുറപ്പ് കൂലി ഉടൻ വിതരണം ചെയ്യുക, പക്ഷപാതപരമായി BJP കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് റോഡ് നവീകരണത്തിന് നൽകുന്ന തുക വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ BJP പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് N. മണികണ്ഠൻ, പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, മനോജ് ആറാണി, വിപിൻ നാഥ്, P. നാരായണൻ, K. നാരായണൻ, സിനി മനോജ്, KT രവിദാസ്, അശ്വതി കല്ലിപ്പാടം, സത്യൻ കണയം തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോപകുമാർ സ്വാഗതവും കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് P. വിപിൻനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലമ്പുഴ കവയിൽ വീണ്ടും പുള്ളിപ്പുലിയുടെ സാന്നിധ്യം. ഇന്ന് രാവിലെ 11:30 കോഴിയാമല ഭാഗത്ത് വെച്ചാണ് പുലിയെ കണ്ടത്. റോഡ് മുറിച്ചു കടന്ന പുള്ളിപ്പുലി കൊമ്പനാള ഭാഗത്തേക്കാണ് പോയത്. ബൈക്ക് യാത്രികർ ഈ പ്രദേശത്തുകൂടി അതീവ ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്നും ഒറ്റയ്ക്കുള്ള കാൽനട യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ടോറസ് മുന്നോട്ടു നീങ്ങി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. സംഭവ സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പട്ടാമ്പിയിൽ ശനിയാഴ്ചയായിരുന്നു സംഭവം. നിർത്തിയിട്ട ലോറി മുന്നോട്ട് നീങ്ങി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. പട്ടാമ്പി മെൽക്കോ ഇലക്ട്രിക്കൽ ഷോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ലോറി ഡ്രൈവർ ചായ കുടിക്കാനായി റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് വണ്ടി മുന്നോട്ട് പോയി അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നത്. സംഭവത്തിൽ പോസ്റ്റ് തകർന്നിട്ടുണ്ട്. വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് തകരാറായതാണ് അപകടത്തിന് കാരണമായതായി പറയുന്നത്. സംഭവ സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരുന്നാൽ വലിയ അപകടം ഒഴിവായി. പ്രദേശത്തെ വൈദ്യുതി മേഖല താറുമാറായി. ഉച്ചയ്ക്ക് ശേഷമാണ് വൈദ്യുത പോസ്റ്റ് പുനഃസ്ഥാപിക്കാനായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് നല്ലേപ്പിള്ളിയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. നല്ലേപ്പിള്ളി വാര്യത്ത് ചള്ളയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3:30 സംഭവം. ചിറ്റൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി തീയണച്ചു. മണ്ണൂരിൽ ലീഗൽ മെട്രോളജി ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ സീലിംഗ് പരിശോധനയ്ക്ക് തുടക്കമായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ മീറ്റർ സീൽ ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യത്തെ മീറ്ററിൻ്റെ സീലിംഗ് പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയതാണ്. ഏകദേശം 5-6 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിൽ ഈ കേന്ദ്രം നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം ഓട്ടോറിക്ഷകളും ഡ്രൈവർമാരും പരിശോധനയ്ക്കെത്തിയിരുന്നു. CITU ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിനം നേരിയ പ്രയാസങ്ങളുണ്ടായെങ്കിലും വരും നാളുകളിൽ എല്ലാം സുഗമമായി ചെയ്യാനാകുമെന്ന് നേതൃത്വം നൽകുന്ന ഇൻസ്പെക്ടർ സതീഷ് കുമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ, വിശാൽ, അരുൺ എന്നിവരും സംഘടനാ നേതാക്കളായ AK വേണുഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം K. ശിവദാസൻ, രാജേഷ്, CBVS, MK മനോജ് എന്നിവരും നേതൃത്വം നൽകി. ചില ന്യൂനതകളുണ്ട്, അതുകൊണ്ട് പരിഷ്കരിച്ച് എത്രയും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിലും മണ്ണൂർ പഞ്ചായത്തിലെ ആളെന്ന് നിൽക്കും, ഓട്ടോ ഡ്രൈവർ നിൽക്കും, എല്ലാവരും ഇത് ആശംസ നേരിടുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് പരമാവധി ഉപകാരപ്പെടാൻ ഇടവരുത്തത് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഒറ്റപ്പാലം ഏരിയ പ്രചരണ ജാഥയുടെ 2ാം ദിന പര്യടനം പത്തിരിപ്പാലയിൽ സമാപിച്ചു. അമ്പലപ്പാറ, മണ്ണൂർ പഞ്ചായത്തുകളിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് നയിക്കുന്ന ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഒരുക്കിയത്. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ജാഥാ ക്യാപ്റ്റനെ വരവേറ്റു. നിരവധി പേർ ജാഥാ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. മണ്ണൂരിലും കൊട്ടക്കുന്നിലും സ്വീകരണം ഒരുക്കിയിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കൊട്ടക്കുന്നിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പ്രചരണ ജാഥയെ ആനയിച്ചത്. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ S. കൃഷ്ണദാസ് സമരത്തെക്കുറിച്ച് വിശദീകരിച്ചു. അവഗണിക്കുന്നു എന്നതാണ് നമ്മുടെ ഈ ജാഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്,
വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയത് കേരളത്തിലെ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരല്ല. ഈ കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന 1957 ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലാണ്. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, TR ശശി, സുരേന്ദ്രൻ, സൈതലവി, വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മണ്ണൂർ കാവ് മൈതാനിയിലായിരുന്നു വരവേൽപ്പ്. വാദ്യമേളങ്ങളോടെ ജാഥയെ കാവ് മൈതാനിയിലേക്ക് വരവേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഹനൻ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. രാത്രി പത്തിരിപ്പാലയിൽ നടന്ന സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. പേരൂർ ലോക്കൽ സെക്രട്ടറി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ K സുരേഷ്, മാനേജർ U രാജഗോപാൽ, S അജയകുമാർ, M ഹംസ, C അബ്ദുൽ ഖാദർ, K ഗംഗാധരൻ, K ഭാസ്കരൻ, KP സുധീർ, M സുരേന്ദ്രൻ, K ജാനകി ദേവി, ശോഭന രാജേന്ദ്ര പ്രസാദ്, MM സീനത്ത്, C രാഗേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് സാംസ്കാരിക നഗരി. കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം തൃശൂർ രാമനിലയം ക്യാമ്പസും ഇറ്റ്ഫോക്കിന്റെ വേദിയാകും. ഞായറാഴ്ച മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. നടൻ നാസർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വ്യത്യസ്ത പ്രമേയങ്ങളോടെ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി നാടകങ്ങളാണ് അരങ്ങിൽ എത്തുക. എട്ട് ദിനരാത്രങ്ങൾ, 15 നാടകങ്ങൾ, 3 വേദികൾ, 34 പ്രദർശനങ്ങൾ, പാനൽ ചർച്ചകളും രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകരുടെ സംവാദ സദസ്സും സംഗീത നൃത്തനിശയും എല്ലാം കൊണ്ടും തൃശൂർ അഭിനയകലയുടെ വേഷപ്പകർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഈജിപ്റ്റ്, റഷ്യ, ഹംഗറി, ഇറാഖ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഇത്തവണ അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ വിദേശ നാടകങ്ങളുമായി എത്തുന്നത്. പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ പ്രമേയം. കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം ക്യാമ്പസും ഇറ്റ്ഫോക്കിൻ്റെ വേദിയാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ AUP സ്കൂളിൽ JRC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചർ HM ആയപ്പോഴല്ല, ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ഷമീമ ടീച്ചർ. അപ്പൊ അതുപോലെ HM കൂടി ആയപ്പോൾ ഉത്തരവാദിത്വം കൂടുതൽ കൂടിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ ഇടപെടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂള് നമ്മുടെ മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സ്കൂളുകളും അതുപോലെ തന്നെ നല്ലൊരു സ്കൂളായി മാറണമെന്ന് വളരെയധികം താല്പര്യമുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ ഷമീമ ടീച്ചർ. അപ്പൊ ആ നിലയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ ഏറ്റെടുക്കാറുണ്ട്. അതിലൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ JRC തുടങ്ങിയ കുറച്ചായ സമയത്താണ് നമ്മുടെ പാലിയേറ്റീവ് ടൂർ പോകുന്നൊരു സംഭവം ഉണ്ടായത്. പ്രധാനാധ്യാപിക ഷരീഫ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരെയും PTA SMC ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് ഗണേഷ്, ഇബ്രാഹിം, JRC കോർഡിനേറ്റർ മുഹമ്മദ് ഷിഹാബുദ്ദീൻ, അധ്യാപിക അഞ്ജു എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരായ മൊയ്തീൻകുട്ടി, സൈദലവി ഫൈസി എന്നിവരെ ആദരിച്ചു. JRC കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും PTA അംഗങ്ങൾക്കുമായി ട്രോമ കെയർ യൂണിറ്റിന്റെ പ്രഥമ ശുശ്രൂഷ ക്ലാസും സംഘടിപ്പിച്ചു. ട്രോമ കെയർ പാലക്കാട് യൂണിറ്റിലെ മണി, അഭിഷേക് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. BRC സ്പെഷ്യലിസ്റ്റ് അധ്യാപിക വത്സല കുട്ടികൾക്ക് പ്രവൃത്തി പരിചയ നിർമ്മാണ ക്ലാസിന് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം പത്തിരിപ്പാല കാരുണ്യ ഭവൻ സന്ദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പുതുശ്ശേരി വടക്കേത്തറ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുമ്മാട്ടി ഉത്സവം ആഘോഷിച്ചു. കുമ്മാട്ടികളുടെ കൂടിയാർപ്പ് ആവേശമായി. കുമ്മാട്ടി ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, അഭിഷേകം, വിശേഷ പൂജകൾ എന്നിവ നടന്നു. സമൂഹാർച്ചനയുമുണ്ടായി. ക്ഷേത്രത്തിൽ തലകൂടൽ, കൂടിയാർപ്പ് തുടങ്ങിയ ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം വയലുകുളത്തിനരികിൽ പുതുശ്ശേരി വേക്കുറിശി ഭഗവതിയുടെയും വടക്കേത്തറ പുതുക്കുളങ്ങര ഭഗവതിയുടെയും കുമ്മാട്ടികൾ തമ്മിൽ കൂടിയാർപ്പ് നടന്നു. വൈകിട്ട് ആന, വാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പൊന്നെഴുന്നള്ളത്തുണ്ടായി. ഇരുപത്തിനാലിനാണ് ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വെടിയുത്സവം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയിൽ 3ാം റാങ്ക് CP അനുഷ കരസ്ഥമാക്കി. പാലക്കാട് ജില്ലയിലെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ചേങ്ങലിൽ വീട്ടിൽ റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രേമനന്ദൻ ലക്കിടി നെഹ്റു കോളേജ് ലെക്ചർ ഗീത ദമ്പതികളുടെ മകളാണ് അനുഷ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ എന്തു പരാതിയും കേൾക്കാൻ സർക്കാർ ഒരുക്കമാണ്. വീട് എല്ലാവർക്കും ലഭ്യമാക്കും. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി. ജനകീയ ആവശ്യങ്ങൾ നിരാകരിച്ചാൽ ഇടത് സർക്കാരിന്റെയും CPM-ന്റെയും അടിവേരിളകുമെന്ന് KPCC സെക്രട്ടറി KA തുളസി. ഇടതുമുന്നണി സാധാരണക്കാരിൽ നിന്നകന്നു. തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട്ട് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ഭിക്ഷാടന കഞ്ഞിവെക്കൽ സമരം. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് PP സുമോദ് MLA. പട്ടാമ്പിയിൽ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനദ്രോഹ ഭരണം ആരോപിച്ച് ഷൊർണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ BJP ധർണ. നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് മുഖ്യ ആവശ്യം. ജനവിരുദ്ധ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഷൊർണൂരിൽ CPM ഭരണസമിതിക്കെതിരെ സമര പരമ്പര സൃഷ്ടിക്കുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.